ഇവിടെ ഉണ്ടമ്മേ 18 ദിവസം മയക്കിയിടാൻ. എന്തോ ഇതിന്റെ പേരിലാണ് എന്നെ 18 ദിവസം മയക്കിയിട്ടതമ്മേ. അങ്ങോട്ട് പോകുമ്പോഴേ കുഞ്ഞു പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇവരെ സുഖവുമില്ലെന്ന്. മാളു പറയുന്നുണ്ട്. മാളു പറയുന്നു എന്തോ അസുഖമായിരുന്നു അവിടെ. നല്ലതായിട്ട് വന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നേ അവിടുന്ന് വന്ന് നല്ല ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത്. ഇപ്പോഴെങ്ങനെ അങ്ങനെ ഇല്ലയോ? എപ്പോഴും അങ്ങനെ അല്ലായിരുന്നോ? എന്റെ കാര്യം നോക്കി ഇവിടെ നടന്നതല്ലയോ ഞാൻ. ഇവന്മാര് കഥകൾ ഉണ്ടാക്കുക, ഇതുപോലെ ഇവന്മാരുടെ കള്ളക്കഥകൾ. നമ്മൾ കള്ളു കുടിക്കുന്നു, മറ്റേത് കുടിക്കുന്നു, മറിച്ചേത് കൊടുക്കുന്നു. ഞാൻ എന്തെങ്കിലും കള്ളു കുടിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ അമ്മയുടെ കൂടെ ആണല്ലോ ഇപ്പോഴും ഇപ്പൊ നിൽക്കുന്നതേ. എന്ത് കള്ളു വാങ്ങിച്ചോണ്ട് വരുന്നതോ കള്ളു കുടിക്കുന്നതോ അമ്മയുടെ മുന്നിലല്ലേ ഇരിക്കുന്നത്. ഞാൻ ക്യാമറയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. എന്റെ ക്യാമറയുടെ മുന്നിലാണ് ഞാൻ 24 മണിക്കൂർ ഇരിക്കാൻ ശ്രമിക്കുന്നത് തന്നെ. അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ എടുത്ത് ഇഷ്ടം പോലെ അങ്ങ് അപ്ലോഡ് ചെയ്യുക. അപ്പൊ എന്തുവാ കുടിക്കുന്നവരാണെ കാണത്തില്ലയോ? തോന്നിയാസമല്ലേ നമ്മളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ കോളേജിലില്ലയോമേ എന്തുവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ പേപ്പറിൻ്റെ എന്തുവാ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഞങ്ങളുടെ സാറായിരുന്നു. ആരാന്നറിയാവോ? ഞങ്ങളുടെ രവീന്ദ്ര എന്ന് പറയുന്ന വൈസ് പ്രിൻസിപ്പളായിരുന്നു. സാറിൻ്റെ വീട്ടിൽ എന്നെ വിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാൻ. വേറെ ആരെയും വിട്ടില്ല. എന്താ അമ്മേ വിടാഞ്ഞത് വേറെ ആരെയും? പിള്ളേർ പറഞ്ഞ് ദീപ പോയാൽ മതിയെന്ന്. മനസ്സിലായോ? അല്ലല്ലല്ല, മറ്റുള്ളവർ പോയാൽ തരത്തില്ലെന്ന് വിചാരിച്ച്. മറ്റുള്ളവർ പോകണ്ട, ദീപ പോയാൽ മതി. കാരണം ഞാനവിടെ ഈ സെമിനാറൊക്കെ ഉണ്ടായിരുന്നല്ലോ. സെമിനാറൊക്കെ ചെയ്തത് സാറ് എല്ലാവരോടും പറയും എന്തുവാ മതി എന്തുവാ അവസാനം ഭാഗം വായിക്കാനെന്ന് ആദ്യം തുടങ്ങുമ്പോഴേ പറയും. എന്നുവെച്ചാൽ നോക്കി വായിക്കുന്നവരെ. ഞാൻ ചെന്നപ്പം ഞാനും ഇതുപോലെ തന്നെ നോക്കിയാണ് വായിച്ചത്. പക്ഷേ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. സാറ് പറഞ്ഞതേ ഇല്ല അവസാനത്തെ പാരഗ്രാഫ് വായിച്ചിട്ട് പോകാൻ. സാർ ഇതെല്ലാം കേട്ട് അവിടെ ഇരുന്ന് എല്ലാവരും കേട്ടിരുന്ന്. മനസ്സിലായോ അമ്മേ വ്യത്യാസം? അപ്പം സാറിന് എന്നെ നല്ലപോലെ അറിയാമെന്നറിയാം. അതാ പറഞ്ഞ എന്തുവാ ദീപ പോയാൽ മതിയെന്ന്. സാറ് തന്ന ക്വസ്റ്റ്യനാണ് വന്നത്. എന്നിട്ട് നമ്മളെല്ലാം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇതല്ലെങ്കിലോ അല്ല നമ്മൾ വേറെ പഠിക്കും. സാറ് PhD അവിടുത്തെ സാറ് വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഞങ്ങളുടെ എന്തുവാ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ് പെൻഷനായത് ആ സാറ്. ആ സാറിൻ്റെ വീട്ടിലാണ് ഞാൻ പോയത്. പോയി എനിക്ക് സാറ് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു തന്നത്. കേട്ടോ അമ്മേ? ഇത് വരുമെന്നും പറഞ്ഞോണ്ടല്ലോ സാറ് പറഞ്ഞു തരുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സാറേ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത്. പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ടല്ല പോകുന്നത്. പക്ഷേ ആർക്കോ അറിയാം സാറ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ടെന്നുള്ളത്. അപ്പം അവർ പറഞ്ഞു ദീപയെ പറഞ്ഞു വിടും സാറിൻ്റെ അടുക്ക്. സാർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തരും, അത് പഠിച്ചാൽ വന്നിരിക്കുമെന്നുള്ളത്. അല്ലാതെ സാറ് ഇപ്രാവശ്യം ഇടുന്ന ക്വസ്റ്റ്യൻ തരുമെന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട്. കേട്ടോ അമ്മേ? അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു തരുമോ? പറഞ്ഞു തരത്തില്ല. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യന് നമ്മൾ പോയി സാർ അത് പറഞ്ഞു തന്നു. കേട്ടോ അമ്മേ? അപ്പം എന്നെയാണ്. അപ്പം നമ്മൾ അവിടെ കള്ളു കുടിച്ചും ഡ്രഗ്സ് ഇവൻ പറയുന്നല്ലോ നമ്മൾ എന്തുവാ ഏതാണ്ട് കുടിച്ചത് കാരണം. അപ്പം നമ്മൾ അവിടെ അങ്ങനെ നടന്നാൽ സാറ് ക്വസ്റ്റ്യൻ തരുമെന്ന് തോന്നുന്നുണ്ടോ അമ്മേ? അമ്മേ? അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. ഒന്നല്ല എത്രയോ പേരുണ്ട്. അവരോടൊന്ന് ചോദിച്ചു നോക്കണം. നമ്മൾ കള്ളു കുടിക്കുന്നവരെ അവിടെ കള്ളു കുടിക്കുന്നവരെ കള്ളു കുടിക്കുന്നവരെ മുറുക്കുന്നവരെയൊക്കെ കണ്ടാൽ അവിടെ സാറുമാർക്കൊക്കെ അറിയാം. കേട്ടോ? അവിടെ പിള്ളേർക്കും അറിയാം മുറുക്കുന്നവരെയും കള്ളു കുടിക്കുന്ന. അവിടെ മുറുക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അല്ല പെണ്ണുങ്ങളല്ല, ആണുങ്ങൾ. പെണ്ണുങ്ങളാരാമേ മുറുക്കുന്നത്? ഇന്നത്തെ കാലത്ത് വല്ല പെണ്ണുങ്ങളും മുറുക്കുവോ? മാർച്ച് 27, 2026 ഞങ്ങളുടെ 17 സെൻറ്റ് സ്ഥലത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ വസ്തുവാണിത്. 17 സെൻറ്റ് സ്ഥലം. ഇതിനോട് ചേർന്നതാണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട് നിൽക്കുന്ന 9 സെൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് കിടക്കുന്ന നീളത്തിൽ കിടക്കുന്നതാണെന്ന്. ഇത് ഞങ്ങളുടെ വീട് നിൽക്കുന്ന 9 സെൻറ്റ് ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് കിടക്കുന്നത് കണ്ടല്ലോ. ഇങ്ങനെ കണ്ടോ? ഞങ്ങളുടെ മതിൽ വരെ കാണാനൊക്കും. അപ്പോൾ ഇങ്ങനെ നീളം. എന്നിട്ട് ഇതിനോട് അറ്റാച്ച്ഡായിട്ട് ഇങ്ങനെ കിടക്കണം. ഞങ്ങളിത് ഈ 9 സെൻറ്റേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇവിടെ ഇവരെ 3 സൈഡിലൊക്കെ പണ്ട് മുള്ളുവേലിയൊക്കെ ഇട്ടായിരുന്നു ഞങ്ങളെ ഇറക്കാതിരിക്കാൻ മനഃപൂർവ്വം. അങ്ങനെയാണ് ഞങ്ങൾ 10 സെൻറ്റ് ഒരു സരസ്വതി എന്ന് പറയുന്ന ഒരു അമ്മയോടും പിന്നെ 7 സെൻറ്റും കൂടെ നമ്മൾ വാങ്ങിച്ചത്.
അത് ഇങ്ങോട്ട് ഇറങ്ങണം, നമുക്ക് ഇറങ്ങാൻ പറ്റാതെ നമ്മളെ പല രീതിയിൽ ഇങ്ങനെ മുള്ളുവേലിക്കകത്താക്കി ഭയങ്കരമായിട്ട് പീഡിപ്പിച്ച് ഇതുപോലെ തന്നെ ഇവന്മാർ കുറേ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിങ്ങനെ ഇതും കൂടെ വാങ്ങിച്ച് അപ്പോൾ ഇതിങ്ങനെ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞ് കുറേ കള്ളക്കഥകളുണ്ടാക്കി. ഇതൊക്കെ ഇങ്ങനെ വലിയ കള്ളക്കഥകളും ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാനായിട്ട് നടക്കുകയാണ്. നിങ്ങൾ തന്നെ ഹരീഷ് റാണയുടെ കാര്യങ്ങളിപ്പം കമൻറ്റിൽ വായിക്കാം. ഇഷ്ടംപോലെ കമൻറ്റ്സ് ആൾക്കാർ പറയുന്നുണ്ട് എങ്ങനെയാണ് കോമയെന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ മനുഷ്യർ ഇന്നത്തെ കാലത്ത് പൊട്ടരൊന്നുമല്ല, കാണുമ്പം അത്ര വലിയ പൊട്ടരൊന്നുമല്ല മനുഷ്യർ, മനസ്സിലായില്ലയോ? ഇവന്മാർ ഒരിക്കൽ പിടിക്കപ്പെടും, ഈ കള്ളത്തരം ചെയ്യുന്നവന്മാർ.